ചെയ്യാൻ കഴിയുമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ചെയ്യാൻ കഴിയുമായിരുന്നോ, ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ. ഇത്തരം സെൻറ്റൻസസ് ഒക്കെ നമ്മുടെ സംസാരത്തിൽ എപ്പോഴും വരുന്നതല്ലേ. ഇതൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ പറയും? നമുക്ക് നോക്കാം. ഇത്തരം സെൻറ്റൻസുകളൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാമർ സൈഡ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രീവിയസ് ലെസൺസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ ലെസൺ അത്തരം സെൻറ്റൻസുകളുടെ ഒരു പ്രാക്ടീസ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ്. എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ഐ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. നിനക്ക് ചെയ്യാൻ കഴിയുമായിരുന്നോ, കുഡ് യു ഹാവ് ഡൺ ഇറ്റ്. നിനക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ, കുഡിൻറ്റ് യു ഹാവ് ഡൺ ഇറ്റ്. അവൾക്ക് നമ്മളെ പ്രോജക്റ്റിൽ സഹായിക്കാൻ കഴിയുമായിരുന്നു, ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് അസ് വിത്ത് ദ പ്രോജക്റ്റ്. എനിക്ക് നിങ്ങളെ കൂടാതെ അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ഐ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് യു. നിങ്ങൾക്ക് പ്രസൻറ്റേഷനിൽ എന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നോ, കുഡ് യു ഹാവ് ഹെൽപ്പ് മീ വിത്ത് ദ പ്രസൻറ്റേഷൻ. നിങ്ങൾക്ക് ഇമെയിൽസ് നേരത്തെ അയക്കാൻ കഴിയുമായിരുന്നില്ലേ, കുഡിൻറ്റ് യു ഹാവ് സെൻറ്റ് ദി ഇമെയിൽസ് ഏർലിയർ. നിങ്ങൾക്ക് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല, യു കുഡിൻറ്റ് ഹാവ് മെയ്ഡ് മീ ഹാപ്പിയർ. നിനക്കെന്നോട് നേരത്തെ പറയാൻ കഴിയുമായിരുന്നില്ലേ, കുഡിൻറ്റ് യു ഹാവ് ടോൾഡ് മീ ഏർലിയർ. നിനക്ക് അത് തനിയെ ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ, കുഡിൻറ്റ് യു ഹാവ് ഡൺ ഇറ്റ് യുവർസെൽഫ്. നിനക്ക് സഹായം ചോദിക്കാമായിരുന്നില്ലേ, കുഡിൻറ്റ് യു ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. അവൾക്ക് ആ സാഹചര്യം കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല, ഷീ കുഡിൻറ്റ് ഹാവ് ഹാൻഡിൽഡ് ദ സിറ്റുവേഷൻ ബെറ്റർ.